ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല. ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു രീതി അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ടാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ നെയ്ച്ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞൊക്കെ ഒന്ന് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ടാണ് പകുതി എടുത്തത്, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ രണ്ടും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് പാതിയൊക്കെ വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിനെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കേണ്ട, ഒരുപാടൊന്നുമില്ല. ഒരു 2-3 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയ 2 പീസ് കറുവപ്പട്ട, അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, ഒരു 6-7 കുരുമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഓറഞ്ച് കളറൊക്കെ കാണാനും ഒരു ഭംഗിയാണ്. ക്യാരറ്റൊക്കെ കുട്ടികൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതോർത്തിട്ട് ക്യാരറ്റ് ഇടും. പിന്നെ ഒരു പച്ചമുളകാണ്. ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മുറിക്കണമെന്നൊന്നും നിർബന്ധമില്ല, മുഴുവനോടുകൂടി ഇട്ടാൽ മതി. പിന്നെ ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഒരു 4-3 ഗ്ലാസ് അളവിലാണ്. അപ്പോൾ ഞാൻ ഈ ഒഴിക്കുന്ന ഗ്ലാസിൻ്റെ ആ അളവിൽ 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് എപ്പോഴും നമ്മളിതുപോലെ ചോറൊക്കെ വയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ആ ചോറൊക്കെ വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് പാകത്തിന് കിട്ടുള്ളൂ. പിന്നെ ഞാനിത് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കൈമ റൈസ് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ആ നെയ്ച്ചോറിന്. അപ്പോൾ റൈസ് ഞാനൊരു 20 മിനിറ്റ് ഒന്ന് കുതിർത്തിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടിട്ടാണ് 2.5 കപ്പ് അളവിൽ 4-3 ഗ്ലാസ് വെള്ളം വെച്ചത്. അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്തിനൊക്കെ നല്ല കട്ടിയുള്ളത് കൊണ്ട് ഒറ്റ വിസിലിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കഴുകി വാരി വെച്ച റൈസും കൂടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. നല്ല കട്ടിയുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആ ബാക്കി ആവിയിൽ തന്നെ ഇരുന്നിട്ട് നല്ല ചോറായിട്ടുള്ള വിട്ടിട്ടുള്ള ചോറായിട്ട് തന്നെ കിട്ടും. പിന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് പൊരിച്ച സവാളയൊക്കെ കൊണ്ട് അതുപോലെ തന്നെ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കേണ്ടത്. അപ്പോൾ മല്ലിയില ആ ചൂടിലിരുന്ന് വേഗമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വാടിക്കിട്ടും. ഇപ്പോൾ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.